Please like and subscribe. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാധാരണ നമ്മൾ കുക്കിങ്ങും പരിപാടിയൊക്കെ അല്ലേ, ഇന്ന് കുക്കിങ്ങും ഇതൊന്നുമില്ല. ജസ്റ്റ് ഒരു വേറൊരു വീഡിയോ നമ്മുടെ വീടിൻ്റെ അടുത്ത്, ഞാൻ പണ്ട് ഇതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഉള്ള പാടം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പാടങ്ങളും ഇന്ന് വൈകിട്ട് കുറച്ച് പൂരമൊക്കെ ഉണ്ട്. അപ്പം നാട്ടിലത്തെ വൈബ്, പൂരം, പാടം, മീൻപിടുത്തം, അങ്ങനത്തെ കുറച്ചായിട്ടുള്ള കുറച്ചൊരു വീഡിയോ, കുറച്ചൊരു വീഡിയോ, കുറച്ച് ലെങ്ത് ഉണ്ടാവും. നമ്മൾ എല്ലാ ദിവസവും ഇന്നത്തെ ഫുൾ കാഴ്ചകൾ, ഒരു ഞായറാഴ്ച നാട്ടിൽ വന്നുള്ള ഒരു ദിവസത്തെ കാഴ്ചകളെല്ലാം നമുക്ക് വീഡിയോയിൽ കവർ ചെയ്യാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഈ പാടം ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. എറണാകുളം പാടം എന്ന് പറയും. എങ്ങനെയുണ്ട്? നല്ല ഉച്ച സമയം ഉണ്ടാ, തണുത്ത ബീറൊക്കെ അടിച്ചിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ആംബിയൻസ് അല്ലേ. കുറച്ച് ആൾക്കാർ മീൻ പിടിക്കേണ്ടതെന്ന് വേണം. മീൻ കിട്ടിയെന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ. എന്തായാലും ഇവിടെ മീൻ പിടുത്തം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫുൾ ഇരിക്കാനുള്ള നടവഴിയൊക്കെ ആക്കിയിട്ട് കണ്ട സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കുമ്പോൾ ഇതുപോലെ കുറേ പാടങ്ങളുണ്ട്. ഓരോ പാടത്തേക്കും പോയിട്ട് ഒന്ന് പാടങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. എവിടെ നമുക്ക് കൃഷി, നെൽകൃഷികൾ അടിപൊളിയിൽ നടക്കുന്നുണ്ട് കേട്ടാ. പ്രാവല്ല, കൊക്ക്, പ്രാവ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിറച്ച ആമയുണ്ടായിരുന്നുട്ടാ. ആമേനൊന്നും കാണാനില്ല. എങ്ങനെയുണ്ട് പാടങ്ങള്? ഇത്ര വലിപ്പുണ്ടോ നോക്കി പാടം. നമുക്കിങ്ങനെ ഒരു മാസം കൂടി കഴിഞ്ഞ് വെള്ളമൊക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ അവിടെ മീൻപിടുത്തമൊക്കെ ഉണ്ടാവും. ഇഷ്ടം പോലെ ബ്രാലിനെ കിട്ടും. അത് വെള്ളമടിച്ച് കയറ്റാൻ കണ്ട കുറേ മോട്ടോർ പെരകളുണ്ട് ഇതുപോലത്തെ. ഇതിന്റെ സൈഡിലായിരുന്നു നമ്മുടെ സ്ഥിരം പതി. സ്ഥിരം വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കും. കുറേ പാടങ്ങൾ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ട്. എല്ലാ പാടങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഏതൊക്കെ പാടമുള്ളതെന്ന് ഇതിന്റെ ഇടയിലുള്ളത്. ഓക്കെ, എങ്ങനെയുണ്ട് പാടം? നല്ല രസമായിട്ട് കാണുന്നില്ലേ? പണ്ടൊന്നും ഇതേപോലെ ഒരു വണ്ടി പോലും വന്നു തീർന്നില്ല. ഇപ്പൊ വണ്ടികൾ ഈ ഒരു അത് കാണിച്ചു കൊടുക്കാം. ഇത് കാണിച്ചു കൊടുത്തേ. ഇതൊരു കുളമാണ് അത് ശരിക്കും. പായൽ വന്നു അതിൽ ഇഷ്ടം പോലെ മീനുണ്ടാവും. കഴിഞ്ഞാൽ പിടിക്കും കുറച്ച് കഴിഞ്ഞാൽ. അടുത്ത പഞ്ചായത്ത്, നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞ് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് പഞ്ചായത്ത് തുടങ്ങി. വടക്കേകാട് നല്ല അടിപൊളിയായിട്ടല്ലേ കാണാൻ. പക്ഷെ സമയം, നമ്മൾ വരുന്ന സമയം വെയിലായതുകൊണ്ട് കാണുമ്പോൾ രസമുണ്ടാവും. പക്ഷെ നമുക്ക് നല്ല വെയിലാണ്. ഇപ്പൊ വടക്കേകാട് പഞ്ചായത്ത് കഴിഞ്ഞ് ഇനി ഇത് കുന്നിയൂര് പഞ്ചായത്ത് സ്റ്റാർട്ട് ചെയ്യും. അതിർത്തിയാണ് ആ കൊക്കുകൾ. ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ നമ്മൾ വണ്ടി വിളിച്ച് മറ്റേ ഇവിടേക്കൊക്കെ വിയറ്റ്നാമിലേക്ക് വിളിക്കും. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല അടിപൊളി സ്ഥലങ്ങളിൽ കാണാണ്ടാണ് ബാലി, വിയറ്റ്നാം എന്നൊക്കെ കൊണ്ട് എല്ലാവരും പോണേ. ഇത്രയും നല്ല രസമുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഒരു ടൂറിസം, ഒരു ട്രീ ഹൗസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞുള്ള സെറ്റപ്പ് എന്തായിരിക്കും? Please like and subscribe. അടിപൊളിയാവില്ലേ? ഓക്കെ, ഇവിടെ ഒരു ചായക്കടക്കാരന്റെ ചായക്കടയൊക്കെ ഉണ്ട്. ചായക്കാരന്റെ എടുത്തോ എടുക്കടാ. ഇതൊക്കെ ഇങ്ങനെ കറങ്ങി വരുന്ന, റൗണ്ട് അടിച്ചിട്ട് നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന പാടങ്ങളാണ്. പണ്ടൊക്കെ സത്യം പറയാലോ ഈ പാടത്തേക്കൊക്കെ വരിക എന്ന് പറഞ്ഞൊരു പേടിയുള്ള സംഭവമായിരുന്നു. ഇപ്പോഴാണ് വഴിയൊക്കെ ചെയ്തത്. ഒരു മനുഷ്യൻകുട്ടി ഉണ്ടാവില്ല. ഇപ്പോഴും രാത്രി വന്നു കഴിഞ്ഞാൽ കുറച്ച് സീൻ സ്ഥലങ്ങളാണ് ഇതൊക്കെ. പണ്ട് പക്ഷെ ഇതിന്റെ അക്രമമായിരുന്നു. ഇവിടെയൊക്കെ ഇപ്പൊ അടിപൊളിയായിട്ട് ഗവൺമെന്റ് സൂപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടാ. ഇത് കുറെ കൃഷി, പണ്ട് കൃഷിയൊന്നും ചെയ്യാൻ കുറെ കാലം വെറുതെ എടുക്കായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, കുറെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അയ്യോ, ഇവിടെ ചായക്കട അടവാണല്ലോ. ഇന്ന് ഞായറാഴ്ച കാരണം കൊണ്ട് ഒരു ഇവിടെ ഇപ്പൊ ചായക്കടയും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വന്നിരുന്ന് ഒരു ചായയും ഒരു നാരങ്ങളൊക്കെ കുളിക്കാൻ പറ്റിയ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇന്ന് അതൊക്കെ അടവാന്ന്, ഞായറാഴ്ച കാരണം അതൊക്കെ അടവ്. പാടത്തേക്ക് എത്തിയിട്ട് സമയമാടാ. ഞാനും എൻ്റെ
ഹെൽമെറ്റ് കൊണ്ടുവരാൻ മോട്ടെ, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ആ വായോ പോടാ കിടന്ന്. പിന്നെ ആകെ 4 പേരാണ് നമ്മുടെ ഉള്ളത്, അത് കുഴപ്പമില്ല. ഞങ്ങളുടെ ഒരു വേണ്ടിയിട്ട് പാടം കാണാൻ ഇറങ്ങിയത്. ഇവന്റെ പേരാണ് ചോപ്പ, ശരിക്കും ഒരു ജോഫി എന്നാണ്, ഞങ്ങൾ ചോപ്പായിന്ന് മാത്രമേ വിളിക്കുള്ളൂ. ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാനായിരുന്നു, വേറെ പരിപാടിയൊന്നും ഇല്ല. ഞങ്ങളിന്ന് ഇവിടെ നിന്ന് നടക്കാൻ ഇറങ്ങിയത്, എല്ലാ സ്ഥലങ്ങളൊന്നും കാണാൻ വെച്ചിട്ട് ഇറങ്ങിയതാ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ നാടിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, ഇനി ബാക്കിയുള്ള ഫ്രണ്ട് സൈഡ് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇപ്പം പണ്ടൊന്നും കൂടെ എന്താ പറയാ ഒന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് ഞാനൊരു നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കൂടുതൽ വിശദമായിട്ട് കാണിക്കുന്നില്ല. ഇവിടെ നടക്കാനുള്ളതും ഇരിക്കാനുള്ളതും വൈകിട്ടായി കഴിഞ്ഞാൽ നല്ലൊരു രസമാട്ടോ ഇവിടെ. അപ്പൊ നമ്മളിപ്പോ ആരും കേട്ട നേരത്തെ വന്ന കാരണമാണ്. ഓക്കെ, ഇന്ന് നമുക്കിത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ അടിച്ച് വൈകിട്ട് ഒരു പൂരമുണ്ട് ഞങ്ങളുടെ ചാലിശ്ശേരി പൂരം കുന്നോളത്ത്. ചാലിശ്ശേരി പൂരോടെയും കണ്ട് ചന്ദ്രോത്സവത്തിന് മോഹൻലാൽ പറഞ്ഞ പോലെ ചെനക്കത്തൂര് പൂരം ചാലിശ്ശേരിയുടെ കൂടെ കാണാൻ പോകാത്തുള്ള വിഷമം ഒക്കെ നമുക്കൊന്ന് തീർക്കാമെന്ന്. ഇവിടെയൊക്കെ ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ, ഇപ്പൊ ഒന്നുമില്ല. ഇന്ന് ഞായറാഴ്ച. എനിക്ക് 2 ദിവസം മുന്നേ ബാംഗ്ലൂരിൽ ഇന്നലെ എത്തിയുള്ളൂ. ബാംഗ്ലൂരിലത്തെ സാധാ റോഡുകളും നമ്മുടെ നാട്ടിലത്തെ ഒരു ഉൾവഴിയാണ് ഇത്. അതായത് ഹൈവേ അല്ല, നമ്മുടെ നാട്ടിലത്തെ ഒരു ഉൾവഴിയാണ് ഈ റോഡ്. നോക്കി നോക്കിയാൽ ചിലർ നേരത്തെ പാടത്തിന്റെ അടുത്ത് റോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എൻഡ് പോലത്തെ സ്ഥലം, അവിടെയും വന്നിട്ട് നമുക്ക് ഒരുവിധം കുഴപ്പമില്ലാത്ത റോഡുകളുണ്ട്. ഇങ്ങനത്തെ സ്ഥലത്തുള്ള റോഡുകൾ കണ്ട അടിപൊളി. നമ്മള് അടുത്തൊരു പാടത്തേക്ക് എത്തി, വടക്കേട് ഉള്ളൊരു അടുത്തൊരു പാടം. ഇതൊക്കെ നമുക്കൊരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. ഇതൊക്കെ പണ്ടൊന്നും ഇവിടെ ഒരു എന്താ പറയാ ഒരു മനുഷ്യക്കൂട്ടിയില്ലാത്ത സ്ഥലങ്ങളായിരുന്നു. ഇപ്പൊക്കെ എന്താ പറയാ റോഡ് തന്നെ കണ്ടില്ലേ. ഞാൻ കോവിഡിന്റെ സമയത്ത് സൈക്കിളോട്ടം സ്ഥിരം വന്നുകൊണ്ടിരുന്ന വഴിയാണ്. ഇത്രയും നല്ല റോഡുകൾ പരിസരത്ത് വേറെ എവിടെ ഇല്ലാന്ന് പറയില്ലേ. ഇവിടെ പിന്നെ കുറെ പോത്ത് കൃഷി കാണാൻ നിൽക്കണ്ട ആൾക്കാർ, പോത്തിനെ മേടിക്കാനൊക്കെ. പോത്തിപ്പോ ഒന്നും ഇല്ല, കച്ചവടം കഴിഞ്ഞു എന്ന് തോന്നുന്നു. പോത്ത് കച്ചവടം ഇവിടെയൊക്കെ പോത്തിനെ വളർത്തുന്ന സ്ഥലങ്ങളാണ്. പാടായ കാരണം വെറുതെ പോത്തിനെ വെള്ളത്തേക്ക് ഇറക്കി വിട്ടാൽ മതിയല്ലോ. ഇവിടെയൊക്കെ ഈ പോത്ത് കൃഷി വളരെയധികമുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട്, ഏരിയമ്പല അമ്പലം. അവിടുത്തെ ഏരിയമ്പല് വേലയല്ലടാ, വേല കഴിഞ്ഞു അവിടുത്തെ. അത് അവിടെ ഒരു അമ്പലം. ഈ ബോർഡ് എടുക്കണം, ഏരിയമ്മൽ ഭഗവതി ക്ഷേത്രം. ഇതൊരു അടിപൊളി വേലയൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ് ഏരിയമ്മൽ ഭഗവതി. പാടത്തിന്റെ കറക്റ്റ് നടുക്കിലാണ്. പിന്നെ ഇതെന്താന്ന് മനസ്സിലായ, ഇത് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് അത് ഇവിടെ വരുന്നത്. ഇതെടുത്തടാ, ആ ബോർഡ് എടുക്കുക, കിട്ടുന്നില്ല ബോർഡ്. ആധുനിക ശ്മശാനം. അതുകൊണ്ട് അധികം നമ്മൾ അടുത്തേക്ക് പോകുന്നില്ല. ശ്മശാനാണത്. മനുഷ്യൻ ജീവിച്ചാൽ മാത്രം പോരല്ലോ, മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കാനൊരു സ്ഥലം വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടാ പോത്ത്, നല്ല അടിപൊളി പോത്ത് മുട്ടിയൊക്കെ ഉണ്ട്. എവിടെ നോക്കാ, വെയിലത്തന്നെ പിടിക്കണം. ബുള്ളറ്റ് സംഭാരം പാടം, അന്തസ് എന്ന് പറയില്ലേ. 3 സംഭാരം കുടിക്കാറുണ്ട്. ഇവിടെ അടുത്തൊരു പാടത്തിന്റെ സൈഡിൽ ചെറിയൊരു തട്ടുകടയുണ്ട്. എന്നിട്ട് നല്ല തണുത്ത മൂര് കുടിക്കുമ്പോൾ ഒരു സുഖം ഒന്ന് വേറെ തന്നെ ആയിരിക്കും. റോഡ് ഞാൻ പറഞ്ഞല്ലേ, പാടത്തിന്റെ നടുക്കുള്ള ഈ റോഡ് നോക്കി നോക്കിയാൽ മൂര് കുടിക്കാം. ഈ വെയിലത്ത് ഇങ്ങനെ ദാഹിച്ച് വലഞ്ഞിട്ട് മൂര് കുടിക്കുമ്പോൾ സുഖം ഉണ്ടല്ലോ. ഉള്ളൊരു പൊടിമീനുകളുള്ള സ്ഥലമാണ് അത്. അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് വിയറ്റ്നാമിലൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യോ കുക്കുകൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ എടുത്തിങ്ങനെ വേണം വയ്ക്കും. നമ്മുടെ നാട്ടിൽ ഇത്രയും അടിപൊളി സാധനങ്ങളില്ല.
അപ്പൊ വലിയ കൊക്ക് നല്ല വലിപ്പുണ്ടല്ലോ ആ കറുത്ത കൊപ്പ്. അവിടെ കിട്ടി കഴിഞ്ഞാൽ വറുത്തടിക്കാറ്. നല്ല നെൽകൃഷി ഉണ്ട് കേട്ടാ, അടിപൊളി നെൽകൃഷി ഉണ്ട്. ഒക്കെ ഈ കണക്റ്റഡ് ആയിട്ട് പാടങ്ങൾ, നമ്മൾ നേരത്തെ കണ്ട പാടം കണക്റ്റഡ് ആയിട്ടാണ്. നമുക്ക് വേറെ പാടത്തിൽ കൂടെ വരാൻ പറ്റുന്ന നമ്മൾ വഴി കൂടെ വേറെ വഴി കൂടെ വരുന്നു എന്നുള്ളതാ. ഇത് വേറൊരു പാടം, ഇടയിൽ കൂടെ പോണൊരു ഫീൽ ഉണ്ടാവും. അടിപൊളിയാണ്. വെള്ളം കയറുന്നത് പറയാൻ പറ്റില്ല, ഫുൾ ടൈം വെള്ളം കയറും ഇവിടെ. ഇത് മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഈ വഴി കൂടെ പോകാൻ പറ്റില്ല. രണ്ട് സൈഡ് പാടം ക്രോസ് ചെയ്ത് നമുക്ക് അത്രയും പരിചയമുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം വഴി മനസ്സിലാവില്ല നമുക്ക്. അതുപോലെ വെള്ളമായിരിക്കും മഴക്കാലമായി കഴിഞ്ഞാൽ. നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു ചൂണ്ടൽ മേടിച്ചിട്ട് വരണതാണ്. മീൻ പിടിച്ചിട്ടുള്ള കാര്യം ഫുള്ള് മീൻ പിടിച്ച് കൊണ്ടുപോകണം. Please like and subscribe. നല്ല CCTV ക്യാമറ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അടിപൊളിയല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പാടത്തിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇനി നമുക്ക് ബാക്കി വൈകിട്ട് ചാലിശ്ശേരി പൂരത്തിന് പോയിട്ട് അവിടുത്തെ കുറച്ച് ഇത് കൂടി എടുത്തിട്ട് ഇന്നത്തെ ചെറിയ പരിപാടി ഇങ്ങനെ അവസാനിപ്പിക്കാം. ഞങ്ങൾ എല്ലാ പരിപാടിയും ചെയ്യാട്ടാ. ഞങ്ങളുടെ നാടും പാടങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പാടം